ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് സുരക്ഷാ ക്രമീകരണങ്ങളും അവിടുത്തെ ക്രമീകരണങ്ങൾ അവസാനവട്ട ഒരുക്കങ്ങളും വിലയിരുത്താനായി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യമാണ് കാണുന്നത്. 2 നാൾ മുൻപ് തന്നെ അവിടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. സെൻട്രൽ സ്റ്റേഡിയം കഴിഞ്ഞ തവണയും എല്ലാ തവണയും ഒക്കെ തന്നെ സമീപകാലങ്ങളിൽ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത്, പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വേദിയാകാറുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തുന്നു. ഉദ്യോഗസ്ഥർ ഉണ്ട്, പ്രോട്ടോകോൾ ഓഫീസർമാർ ഒക്കെ തന്നെ അനുഗമിക്കുന്നുണ്ട്. നിരവധി പ്രവർത്തകരും മാധ്യമ പടയും വി ഡി സതീശന്റെ ഈ ദൃശ്യം പകർത്താനായി എത്തുന്നുണ്ട്. അങ്ങനെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിരവധി ആളുകൾക്ക്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ആഘോഷമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും ഒക്കെ തീരുമാനം. ഇപ്പോൾ നാളെ ഔദ്യോഗികമായിട്ടുള്ള ഒരുപാട് പേർ വരുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലെ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിലെ മുഖ്യമന്ത്രിമാർ എത്തുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും എത്തുന്നുണ്ട്. രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. ഹിമാചൽ മുഖ്യമന്ത്രി അടക്കം എത്തുകയാണ്. അതിന് മുന്നോടിയായി നാളത്തെ സത്യപ്രതിജ്ഞ വളരെ കൗതുകത്തോടെ, ആകാംക്ഷയോടുകൂടി, ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് കേരള ജനത, കോൺഗ്രസ് പ്രവർത്തകർ. അപ്പോൾ ആ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ വേണ്ടി നിയുക്ത മുഖ്യമന്ത്രി എത്തുന്നു. അതിന്റെ ദൃശ്യമാണ് കണ്ടത്.